ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട അല്പകാര്യം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വരികയാണിത്. നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഒരു വർഷത്തിൽ 25,000 മുതൽ 30,000 വരെ കുട്ടികളെ വധിച്ചു കളയാണ്, ഭ്രൂണഹത്യ ചെയ്യുകയാണ്. വയറ്റിൻ്റെ അകത്ത് വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ്. അതുപോലെ തമിഴ്നാടും കർണാടകയിലേക്ക് നോക്കുകയാണെങ്കിൽ, തമിഴ്നാടിൽ 65,000 75,000 ആളുകളെയാണെങ്കിൽ കർണാടകയിൽ എത്തുമ്പോൾ അത് 1 ലക്ഷത്തിലേക്കും അതിന് മുകളിലേക്കും പോകുന്നുണ്ട്. 80,000 മുതൽ 1 ലക്ഷം വരെയുള്ള കുട്ടികളെ ഒരു വർഷത്തിൽ ഭ്രൂണഹത്യ ചെയ്യുകയാണ്. അത് ഇന്ത്യയിലെ മൊത്തം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 4.8 കോടി, അതായത് 1.5 മില്യൺ ആളുകളെ, കുട്ടികളെ വയറ്റിൻ്റെ അകത്ത് വെച്ച് തന്നെ കൊന്നുകളയുകയാണ്. അപ്പോൾ എത്രമാത്രം ഗൗരവകരമായ കാര്യമാണിത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ ഏകദേശം ഒരു പഠന കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് ഔദ്യോഗികമായ കണക്കുകൾ മാത്രം. അതല്ലാതെ നമ്മുടെ നാടുകളിൽ ആരും അറിയാതെ പല മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടും പല ഗുളികകൾ ഉപയോഗിച്ചുകൊണ്ടും, അതിൻ്റെയൊക്കെ പേരുകൾ നമുക്ക് പറയാൻ പാടില്ല, അറിയാത്തത് കൊണ്ടല്ല പല പേരുകൾ നമ്മൾ പറയാത്തത്. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ ആയിട്ട് ഈ മരുന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് അത് സംഭവിക്കാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് പല പേരുകളും പറയാത്തത്. പക്ഷേ ഇവിടെ പല മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് ഔദ്യോഗിക കണക്ക് പ്രകാരം മാത്രം ഇത്ര ആളുകൾ മരിക്കുന്നു, ഇത്രയും കുട്ടികളെ കൊന്നുകളയുന്നുണ്ടെങ്കിൽ കണക്കില്ലാത്തത് എത്രയായിരിക്കും? പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവിക്കും? നമ്മുടെ നാടുകളിൽ പോലും പണ്ടൊക്കെ എവിടെയോ ഒന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ഇത് എത്തിയിരിക്കുന്നു, ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ. ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ബേക്കലം ആ ഭാഗത്തൊരു ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ 2 മക്കളുണ്ട്. അപ്പോൾ അദ്ദേഹം അത് കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആ ഭാര്യയെ ഒഴിവാക്കി വീണ്ടും വിവാഹം ചെയ്തു. അതിലൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോഴേക്കും വീണ്ടും ഗർഭിണിയായി ഈ പെൺകുട്ടി. ഭാര്യ വീണ്ടും ഗർഭിണിയായ സമയത്ത് വളരെ കൂളായി അദ്ദേഹം പറയുകയാണ്, അത് ഹോസ്പിറ്റലിൽ പോയി അമ്മ അത് കളഞ്ഞു. വളരെ കൂളായിട്ട്, യാതൊരു മടിയുമില്ലാതെ വളരെ കൂളായിട്ട് പറയുകയാണ്, അത് നമ്മൾ കളഞ്ഞു. കാരണം ഈ കുട്ടിക്ക് 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതുപോലെ ഈ അടുത്ത കാലത്ത് ഞാൻ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടുകാരൻ്റെ കൂടെ കാരണം നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ നീലീശ്വരം നല്ല പരിപ്പടി ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടത്തേക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി യാത്ര പോകുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു ഈ ഒരു കൂട്ടുകാരന്. അപ്പോൾ അവിടെ അദ്ദേഹത്തോട് ഈ പെൺകുട്ടി ചോദിക്കുന്നത്, ഭർത്താവ് ഗൾഫിലാണ്, ഇങ്ങനെ സംഭവിച്ചു പോയി, ഇത് ഗർഭിണിയായിപ്പോയി, പല ഗുളികകളോ മരുന്നുകളോ ഒരു ഹോസ്പിറ്റലോ മെഡിസിനിലോ ഒരു ക്ലിനിക്കിലോ പോകാൻ എനിക്ക് താല്പര്യമില്ല, വീട്ടിൽ വെച്ച് തന്നെ ഇത് ഇല്ലാതാക്കുന്ന എന്തെങ്കിലും മരുന്നുകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂടുതൽ ആളുണ്ട്, കാര്യപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഇപ്പോൾ പറയാൻ കഴിയും, നമുക്ക് വലിയ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത്രമാത്രം നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വിവാഹത്തിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളുണ്ട് നാടുകളിൽ. ഇത്ര വയസ്സാണ്, ഇത് പക്വത എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടാ ഇങ്ങനെ ആയിട്ടാ, പഠിക്കട്ടെ വളരട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ജീവിക്കുന്നതിലോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ജീവിക്കുന്നതിലോ യാതൊരു പ്രയാസമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്ന നാടുകളിൽ. അതാരാ കൂളായിട്ട്, അത് എൻ്റെ കൂടെ പഠിക്കുന്നത്, എൻ്റെ ഗേൾ ഫ്രണ്ടാ ബോയ് ഫ്രണ്ടാ എന്ന് പറയുന്നത് യാതൊരു കുറവുമില്ല. നമുക്ക് പറയാൻ ആളുകൾക്കൊരു കുറവില്ല. അത് എൻ്റെ പെൺകുട്ടി ഗേൾ ഫ്രണ്ടാ ബോയ് ഫ്രണ്ടാ കൂടെ പഠിക്കുന്ന ആളാണ്. ഇപ്പോൾ പലപ്പോഴും വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ പോലും, വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉയർന്ന ആളുകളാണെന്ന് പറയുന്നവർ പോലും അവർ പറയാനെന്താ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേറെ ഇരുത്തുന്ന കൊണ്ടാണ് പ്രശ്നം. ഇവിടെ കപ്പിൾസിനും ലവേഴ്സിന് മാത്രമല്ല, മറിച്ച് ഭാര്യ ഭർത്താക്കന്മാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കുട്ടികളെ കൊന്നുകളയുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഇവർ പഠനം പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വേറെ ഇരുത്തുമ്പോൾ പ്രശ്നമുണ്ടാകും, ഒന്നിച്ചിരുത്തിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ അനന്തരഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നിച്ചിരുത്തിയതിൻ്റെ ഫലം. പല നാടുകളിലും പലപ്പോഴും പല സോഷ്യൽ മീഡിയ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അനന്തരഫലം മടിയിലിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ എന്തൊക്കെ ചെയ്യുമോ, ലീലാവിലാസങ്ങൾ, നമ്മളെന്താ പറയുക അതിന്, അങ്ങനെയുള്ള രംഗങ്ങൾ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണേണ്ടി വരുന്നു. പലപ്പോഴും പല സുഹൃത്തുക്കളും നമുക്ക് അയച്ചു തരുന്നു. ഇതെന്താ ചെയ്യുക, എന്താ പറയുക, ഒന്നുമില്ല. നമ്മൾ ഓരോ ആളുകളും ഓരോ വീടുകളും ശ്രദ്ധിക്കുക, ഓരോ കുടുംബത്തിനും ശ്രദ്ധിക്കുക, ഇതിൻ്റെ അപ്പുറം എന്ത് ചെയ്യാൻ. ഇങ്ങനെ പല തിന്മകളും കടന്നു വരും. അതുപോലെ ഇപ്പോൾ ഇങ്ങനെ മാത്രമല്ല, ഈ കപ്പിൾസായ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പ്രേമത്തിൽ ഏർപ്പെട്ടവർ മാത്രമല്ല, ഈ ഭാര്യ ഭർത്താക്കന്മാർ പോലും പലപ്പോഴും ഇവർ ഉപയോഗിക്കുന്ന പല പേര് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കരുത്. എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പനി വന്ന ഒരാൾക്ക് നമ്മൾ ചെറിയ പാരസെറ്റമോൾ കൊടുത്താൽ മതി. പക്ഷേ ക്യാൻസർ വന്ന ഒരാളടുത്ത് പോയി ഡോക്ടറോട് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയാണെങ്കിൽ കാല് മുറിച്ച് കളയാൻ തന്നെ പറയും. കൈ മുറിച്ച് കളയേണ്ട അവസ്ഥയാണ് കൈ മുറിച്ച് കളയാൻ. അപ്പോൾ ഡോക്ടർ എന്ത് കൂറിനാ കൈ മുറിച്ച് കളയാനല്ല പറയുന്നത്, അങ്ങനെയല്ല. മറിച്ച് അവിടെ അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കണം, അല്ലെങ്കിൽ തടിയനെ മുറിക്കേണ്ടി വരും, അല്ലെങ്കിൽ മരണം സംഭവിക്കും. കൈ മുറിക്കേണ്ടടുത്ത് കൈ മുറിക്കണം. അത് അത്രയും പേഷ്യൻറ്റ് ടോപ്പ് ലെവലിലാണ് നിൽക്കുന്ന ക്യാൻസറിൻ്റെ. അപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. അതുപോലെ ഈ ചെറിയൊരു അസുഖമല്ല, ചെറിയൊരു പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ പച്ചക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ചില സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കാൻ പച്ചക്ക് പറയേണ്ടി വരും. അത് പലരും പറയുന്നില്ല. പലരും അതെങ്ങനെ പറയുക, ഇതെങ്ങനെ പറയാം, അങ്ങനെ ഒന്നുമില്ല. പഠിക്കേണ്ട കാര്യം കൃത്യമായി പഠിക്കണം. നമുക്കൊരു കുറവോ ഒരു ഇതോ ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ പലപ്പോഴും നിരോധകം ഉപയോഗിക്കുന്ന കോണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പറയാറുണ്ട്, അത് പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പല ഡോക്ടർമാർ ഇങ്ങനെ ഇരുന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ഡോക്ടർമാരുടെ അഭിമുഖം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. അവർ പറയാം, സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഭ്രൂണഹത്യ ചെയ്ത് തരണം, ഈ കുട്ടിയെ ഒന്ന് ഇല്ലാതാക്കി തരണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. സ്ത്രീകളായ ഡോക്ടർമാർ ഇരുന്ന് പറയാം ചാനലുകളിൽ. അപ്പോൾ ഇവിടെ
അത്രമാത്രം സ്കൂൾ കുട്ടികളൊക്കെ നിരവധി ആളുകൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജിൻ്റെ പിറകുവശത്ത് പരിശോധന നടത്തി അവർ കാർഡ് വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ കാർഡൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇഷ്ടംപോലെ മദ്യത്തിൻ്റെ ബോട്ടിലുകളും നിരോധിൻ്റെ പാക്കറ്റുകളും ഏറ്റവും കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞ്. അപ്പോൾ നോക്കണം, പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിക്കാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല, അതങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പോലും ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയായി 2 കുട്ടിയായി ഇപ്പോൾ ഇന്നൊരു കുട്ടി ഇപ്പോഴേ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ കുട്ടി കുറച്ച് വലുതാക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ. പല വിധത്തിലുള്ള ഇതുപോലുള്ള കോണ്ടങ്ങളും അതുപോലെയുള്ള ഗർഭനിരോധ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം ക്ലിയറാണ്, എത്രമാത്രം പെർഫെക്റ്റാണ് എന്ന് പൂർണ്ണമായി പരിശോധിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടൊക്കെ നമുക്കറിയാം, ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ആളുകൾ അവിടെ 2-3 കോണ്ടൊക്കെ ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് പൊട്ടാനുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ, അതായത് ആ പുരുഷന് കുറച്ച് ശാരീരിക പ്രകൃതി കൂടുതലുള്ള ആളാണെങ്കിൽ ഈ ഒരു നിരോധം കൊണ്ടൊന്നും നിൽക്കില്ല, പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുപോലെ ഗർഭം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഒരു ഇത് നമുക്കുണ്ടാകണം, ഒരു ധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും. അതുപോലെ കാമുകിമാരെ കുറിച്ച് ഞാൻ പറയല്ല, മറിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും ഇങ്ങനെ എന്തുകൊണ്ട് ഇത്രയും മാത്രം ശരീരം നൽകുന്നിടത്തേക്ക് എത്തിപ്പോകുന്നു എന്ന് വെച്ചാൽ അത്ഭുതകരമായ കാര്യമാണ്. പലപ്പോഴും പണ്ടത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു മരം ചുറ്റി പ്രേമമായിരുന്നു. 1-2 കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാണുക, എന്തെങ്കിലും ഒരു കൂട്ടിക്കൊണ്ട് ഒരു ഐസ്ക്രീമോ ജ്യൂസോ കുടിക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും പാർക്കിലോ ബീച്ചിലോ പോയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞ് വേർപിരിയുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറം അടുത്തൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും വിവാഹത്തിന് മുമ്പ് 2-3 വർഷങ്ങളൊക്കെ നിശ്ചയിച്ച് വയ്ക്കുകയും എന്നാൽ പോലും വേർപിരിയുകയും വേറെ ആളെ നിശ്ചയിക്കുകയും അതിൽ വീണ്ടും വിവാഹം ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി വെച്ചതിന് ശേഷം പല നാടുകളിലും പല കുടുംബങ്ങളിലും നോക്കി വെച്ചതിന് ശേഷം പിന്നെ അവർ കല്യാണം കഴിഞ്ഞാൽ 8-9 മാസം പ്രസവിക്കും. 7 മാസം 8 മാസം പ്രസവിക്കുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടുവരാണ് നമ്മുടെ നാടുകളിൽ. പച്ചക്കറി യാതൊരു കുഴപ്പമില്ല, എത്ര ആളെ പേര് പോലും പറഞ്ഞ അഡ്രസ്സ് പോലും പറയാൻ പറ്റും എനിക്ക്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നിസ്സാരമല്ലേ, ഇതൊക്കെ വലിയ കാര്യം, ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ. പണ്ടൊക്കെ നമുക്കറിയാം സിനിമകളിൽ വളരെ നല്ല നേച്ചറായ ഡ്രസ്സായിരിക്കും ഇടുക. പലപ്പോഴും ഇപ്പോൾ സിനിമകളിൽ ഏതെങ്കിലും ഒരു മോശം സീൻ കണ്ടാൽ അപ്പോൾ തന്നെ നമ്മൾ ഒന്നുകിൽ ആ പാസ്സാക്കും, റിമോട്ട് എടുത്തില്ലെങ്കിൽ ചാനൽ മാറ്റി വിട്ടനെ. ഇന്ന് അങ്ങനെയുള്ള വളരെ മോശമായ സീനുകൾ പോലും ആളുകൾ ഇരുന്ന് കൂളായി കാണാം. ഇതൊക്കെ എല്ലാ ചാനലും എല്ലാ സിനിമയിലും എല്ലാ സീരിയലിലും ഇങ്ങനെയെന്ന് പറഞ്ഞൊരു വളരെ കൂളായി കാണുക. അതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കെയറിങ് ഇത് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലാഘവത്തോടെ വില കുറച്ച് കാണേണ്ട ഒന്നല്ല ഇത്, മറിച്ച് വളരെ ഗൗരവപരമായി കണ്ടത് വലിയൊരു തിന്മയാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ കൊല്ലുക എന്നത് പിന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് സമാനമായിട്ടാണ് ഖുർആൻ എടുത്ത് പറഞ്ഞ് ഒരാളെ വധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്ത് ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ നഹ്ൽ 16-ാം അധ്യായത്തിലാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിൻ്റെ കാരണത്താണ് നിങ്ങൾ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചുമൂടപ്പെട്ടത്? അതായത് പണ്ട് കാലത്ത് അവർക്ക് ജനിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, ജനിച്ചേ പിന്നെയാണ് എന്ത് ചെയ്യുക, അവരെ കുഴിച്ചുമൂടുക ജീവനോടെ പെൺകുട്ടിയാണെങ്കിൽ. ഇന്ന് അവർക്ക് പല ടെസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടുണ്ട്. എന്ത് കുട്ടിയെ ഏത് എന്ന ലിംഗഭേദം തിരിച്ചറിയുന്ന ആ സ്കാനിങ് അത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില ആളുകളുടെ കഴിവ് കൊണ്ടോ മറ്റു രാജ്യത്ത് പോയിട്ടോ അങ്ങനെയൊക്കെ പല രീതിയിൽ പരിശോധിക്കുന്നുണ്ട്, പല രീതിയിൽ അറിയാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവിടെ അങ്ങനെ ആയതുകൊണ്ട് പോലും ഭ്രൂണഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം മാറി നമുക്ക് ചില ആളുകൾ വിചാരിക്കും എന്തൊക്കെ ചിലവ് കൂടി പോകും, ഒരു കുട്ടിയും കൂടി ജനിച്ചാൽ ആ കുട്ടിയെ കൂടി നോക്കേണ്ട, ചിലവ് നൽകേണ്ട എന്നെല്ലാം വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമുക്ക് ചിലവ് നൽകുന്നതും ആ കുട്ടിക്ക് നൽകുന്നതും ദൈവമാണെന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അതുപോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നെല്ലാം നമുക്കൊരു മാറ്റം വരും. അതേപോലെ എത്രയോ ആളുകൾ, കുട്ടിയില്ലാത്ത എത്രയോ ആളുകളുണ്ട് ദുനിയാവിൽ. എത്രയോ ആളുകൾ ഒരു കുഞ്ഞിക്കാളെന്ന് കണ്ടു കിട്ടാൻ വേണ്ടി കരയുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയോ ഫാമിലികൾ, എത്രയോ ആളുകൾ വിവാഹം ചെയ്തിട്ട് പ്രസവിക്കാതെ 16-20 വർഷമായിട്ട് പ്രസവിക്കാതെ മരുന്ന് വാങ്ങുകയും കുടിക്കുകയും ഡോക്ടർമാരെ കാണുകയും വീണ്ടും കാണുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെല്ലാം എത്രയോ ഭാഗ്യമുണ്ട്. കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ്, എത്ര വലിയ കാര്യമാണ് അവർ നോക്കാൻ സാധിക്കുക എന്ന്. ഒരു അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം തൻ്റെ വലിയൊരു കേരളത്തിൽ അറിയപ്പെട്ട ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവും വന്നു. അവരുടെ കയ്യിൽ 1.5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ വീണ്ടും ഗർഭിണിയായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, നിരോധം പൊട്ടുകയോ അല്ലെങ്കിൽ ഒരു ഗുളിക മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ സമയം തെറ്റി ബന്ധപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ, പല രീതിയിൽ അങ്ങനെ അവസ്ഥകളുണ്ടാകാം. നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്രേ, പിന്നെ നിങ്ങൾക്ക് ഈ കുട്ടിയെ വധിച്ച് കളയുകയാണെങ്കിൽ 5-6 മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ, ഗർഭപാത്രത്തിലെ കുട്ടി. ഈ കുട്ടിയെ കൊല്ലുന്നതിനേക്കാൾ നിങ്ങളുടെ മടിയിലിരിക്കുന്ന കുട്ടിയെ ഒരു സൂചി കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ കൊല്ലാം. അവർ അത്ഭുതപ്പെടുന്നുണ്ട്. എന്താ ഈ ഡോക്ടർ പറയുന്നത്, ജീവനോടുള്ള കുട്ടിയെ കൊല്ലാനോ? അതിനേക്കാൾ പ്രയാസകരമായ അവസ്ഥയാണ് വയറ്റിലുള്ള ഒരു കുട്ടിയെ കൊല്ലുന്നത്. അത്രമാത്രം പ്രയാസകരമായ അവസ്ഥ. ആ കുട്ടി മരിക്കുന്നതിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇതിൽ കാണുകയാണെങ്കിൽ ആ ഒരു ചിഹ്ന ഭിന്നമായി മരിക്കുന്നൊരവസ്ഥ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഇതിന് മുതിരുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രയും ക്രൂരമായിട്ടാണ് ആ ഭ്രൂണഹത്യ ചെയ്യുന്ന കുട്ടി അവിടെ നിന്ന് മരിക്കുന്ന രംഗം. വളരെ അബോർഷൻ ചെയ്യുക എന്ന വളരെ ഗൗരവകരമായ വളരെ ഗുരുതരമായ തെറ്റാണ്. അതുപോലെ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകം കൂടിയാണത്.
അതൊരു സംശയമില്ല. അതിനെ പറ്റിയുള്ള വീഡിയോകളും അതിൻ്റെ പറ്റിയുള്ള ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മ ഡോക്ടർ പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് ഈ കുട്ടി മരിക്കും. പക്ഷേ ആ കുട്ടി മരിക്കാൻ മാസങ്ങളെടുക്കും, ദിവസങ്ങളെടുക്കുകയും ചെയ്യും. അത്രയും ക്രൂരമായിട്ടായിരിക്കും ആ കുട്ടിയെ കൊല്ലാൻ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു വേണ്ട ഡോക്ടറെ, നമുക്ക് കൊല്ലാണ്ട് നമ്മ എങ്ങനെയെങ്കിലും നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി. നോക്കണേ. അപ്പോൾ ഇവിടെ പല ഭാഗത്തും പലർക്കും അറിവില്ലായ്മ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. അതുപോലെ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെ ഗർഭിണി ആയിട്ടുണ്ട്, പക്ഷേ എന്താ വെച്ചാൽ ഡോക്ടർ പറയാണ് ആ കുട്ടിക്ക് അംഗവൈകല്യത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമുക്കതിനെ ഇല്ലായ്മ ചെയ്യാം. നോക്കണേ, പല ഡോക്ടർമാരും പറയുന്ന അവസ്ഥ നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു അംഗവൈകല്യം, ഒരു കൈക്കൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കാക്കൊരു പ്രശ്നമുണ്ട്, ഒരു ചെറിയ അംഗവൈകല്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ കൊല്ലും. നമ്മൾ വലുതായ ഒരാളെ, നമ്മളൊരു അനിയനെ, ഒരു അനിയത്തിയെ, എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ കൊന്നു കളയോ? വയറ്റിലുള്ള കുട്ടിയെ അംഗവൈകല്യമുണ്ട് എന്നതിൻ്റെ പേരിൽ കൊന്നു വളരെ നിസ്സാരമായിട്ട് പറയുക എന്ന അവസ്ഥ നോക്കൂ. ഒരു പച്ചക്കറിലുള്ള ഏതൊരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റും? നമ്മളെ മുറ്റത്തൊരു നമ്മളൊരു കുട്ടി ഒന്ന് വീഴുമ്പോഴേക്കും, ഒന്ന് കാലിൽ ചെറിയൊരു ചോര വന്ന് വരുമ്പോഴേക്കും എന്താ നമുക്ക് അവസ്ഥ, ബേജാറ്. അതേ മാതാവും പിതാവാണ് പറയുന്നത് ഇങ്ങനെ ഒരു അംഗവൈകല്യം ഉണ്ടോ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം വേണ്ട നമുക്ക് അതിനെ ഇല്ലാക്കാം. അപ്പോൾ അവർ സമ്മതിച്ചു, ഓക്കെ എന്നാൽ ശരി. എന്തൊരു ദുര്വിരോധാവസ്ഥമാണിത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അതേ കൊലപാതകം, യാതൊരു ഇതുമില്ല. പക്ഷേ നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടുമെന്നത് യാതൊരു സംശയമില്ല. അതുപോലെ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ ചില ആളുകൾ ഉണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഞാൻ കണ്ടൊരു വീഡിയോ, ഒരു കാമുകയോട് ചോദിച്ചു, തൻ്റെ കാമുകനെ വിളിച്ചിട്ട് പറയണം പിന്നെ ഞാൻ ഗർഭിണി ആയിട്ടുണ്ട്, നിങ്ങൾ എന്താക്കണം, നിങ്ങൾ എന്നെ വിവാഹം ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞു. കാമുകനോട് വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതാണ് പണ്ട്. അപ്പോൾ ഇവിടെ കാമുകി വിളിച്ചു കാമുകനെ. അപ്പോൾ വീഡിയോ ഒക്കെ പാടിച്ച് യൂട്യൂബിൽ വീഡിയോ നമുക്കറിയാം, ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് വിളിച്ചിട്ട് പറയുമ്പോൾ ആ കാമുകമ്മ അങ്ങോട്ട് ചോദിക്കുകയാണ്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്ത്, നമ്മളിങ്ങനെ നിരോധിത മാർഗ്ഗം ഉപയോഗിച്ചില്ല നമ്മൾ ചെയ്ത്, എന്താ കുഴപ്പം? അതൊന്നും നമുക്കറിയില്ല, ഞാൻ ക്ലിനിക്കിൻ്റെ പുറത്തായില്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാൻ? അപ്പോൾ അവൻ പറയാണ്, ഈ കാമുകൻ പറയാണ്, എനിക്ക് നിന്നെ അത് അപ്സെറ്റ് ചെയ്യാൻ കഴിയില്ല, അത് എൻ്റെ ഒന്നും ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും, അങ്ങനെ നീ എന്നെ വിളിക്കണ്ട, എന്നെ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണ്ട, ഞാനായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ആ കുട്ടിയുടെ ഇരുന്ന് കരിയാണ്. അപ്പോൾ ഇത് ഈ ചാനലുകാരൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചില്ല, പക്ഷേ ഇത്ര നല്ല മനുഷ്യനാണോ പൊട്ടു മനുഷ്യനാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചല്ലോ എന്ന്. പലപ്പോഴും സ്ത്രീകൾ പറയുന്ന വാക്കുണ്ട്, ഇഷ്ടപ്പെട്ടു പോയാൽ, ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ എല്ലാമാണ് അവൻ, എൻ്റെ ജീവനാണ്, ഞാൻ മറന്നാലും അവനെ എന്നെ മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ ഉപേക്ഷിച്ചാലും അവൻ എന്നെ ഉപേക്ഷിക്കില്ല, അവൻ അത്രമാത്രം ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം നമുക്കറിയാം. ശക്തമായ ടോപ്പമിൻ്റെയും അതുപോലെ സെറിട്ടോണിൻ്റെയും തലച്ചോറിൽ ഉപയോഗമുണ്ട്. ഇത് പിന്നെ നമ്മൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ പ്രേമത്തിൻ്റെ സമയത്ത്. നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ തലക്ക് പോയില്ല. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയെ പിന്നെ ഒരു സൈക്കാട്രിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കാൻ പറഞ്ഞ സമയത്ത് ആ കുട്ടിയോട് പറഞ്ഞ ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ പൂർണ്ണമായും മോശപ്പെട്ട മനുഷ്യനാണ്, കള്ളനാണ്, ഒരുപാട് കേസിലെ പ്രതിയാണ്, കൊലപാതക കേസിൽ വരെ പ്രതിയാണ് അദ്ദേഹം. എന്നിട്ട് ഈ മയക്കുമരുന്നോ കഞ്ചാവ് അതുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ പ്രതിയാണ് അദ്ദേഹം. എൻ്റെ ഈ പെൺകുട്ടിയോട് പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞറിയോ, ഞങ്ങൾ ജയിലിലെങ്കിലും ഒന്നിച്ച് കഴിഞ്ഞോളാം. അതാ അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലായല്ലോ, 5-8 മാസമൊക്കെ കഴിഞ്ഞ് അവർക്ക് തന്നെ പരസ്പരം തോന്നി. നമുക്കറിയാം ഇപ്പോഴും പലപ്പോഴും പ്രേമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പിടിച്ചു വലിച്ചിട്ട് അങ്ങനെ പ്രേമിക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ വീണ്ടും എടുക്കും. ഇപ്പോൾ തന്നെ കഴിക്കണം നിലത്തേക്ക് എത്തും. നേരെ മറിച്ച് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ, 5-8 മാസം ഗ്യാപ്പ് കൊടുത്ത് പതിയെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും മനസ്സിലാവും. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ഒരു മതപണ്ഡിതൻ്റെ അടുത്ത് പിതാവ് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ അവനെ മറക്കാം, എനിക്ക് യാതൊരു അംഗീകാരം വീട്ടിൽ നിന്ന് കിട്ടാറില്ല, നല്ലൊരു കമൻറ്റ് പോലും പറയാറില്ല, പക്ഷേ എന്നാലും ഞാൻ അവനെ മറക്കാം, പക്ഷേ എൻ്റെ മാതാവ് ഒരിക്കലും ഞാൻ ഈ ചെയ്ത തെറ്റിനെ പറ്റി ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ വീണ്ടും അവൻ്റെ കൂടെ തന്നെ പോകും. അങ്ങനെ പണ്ഡിതനൊക്കെ സംസാരിച്ചെല്ലാം റെഡിയായി ആ വീട്ടിലേക്ക് തന്നെ ഈ കുട്ടീനെ പറഞ്ഞയച്ചു. അവസാനം എന്ത് ചെയ്തു പറയുന്നിട്ട് ഈ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തോ ഒരു വഴക്കുണ്ടാവും പറഞ്ഞ് ഉമ്മ പറഞ്ഞത്രേ മാതാവ്, നീ അങ്ങത്തോളല്ലേ, പണ്ട് മറ്റവൻ്റെ പ്രൂഫ് വാങ്ങിഞ്ഞോളല്ലേ നീ, കഴിഞ്ഞ കഥ. അപ്പം തന്നെ ഓൾ എവിടെയോ തപ്പിപ്പിടിച്ച് ഡയറിയിൽ എവിടെ ഉണ്ടായ നമ്പർ വിളിച്ചിട്ട് സെറ്റായിട്ട് ആദ്യം പോയി. അപ്പോൾ ഇവിടെ ആ ഒരു 5-6 മാസം പോലും ഈ മാതാവിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളാണ് ഈ കുട്ടികളെ ഇത്രമാത്രം വഴിതെറ്റിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നത്. നീ കുണം പിടിക്കില്ല, നന്നാവില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല, കുറച്ച് പോസിറ്റീവ് വാക്കുകൾ അവരോട് പറയുക. എന്തുകൊണ്ട് കുട്ടി മിടിക്കലാനില്ല, പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന തന്നെ നീ മണ്ടനാ, നിൽക്കൊന്നും അറിയില്ല, പൊട്ടനാണ്, മണ്ടനാണെന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞാൽ അവനെങ്ങനെ പഠിക്കും, അവളെങ്ങനെ പഠിക്കും? നേരെ മറിച്ച് നൈസ്, സൂപ്പറാണ്, നല്ലതാണ്, ഇതിൽ ഇത്ര മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അടുത്തതിൽ നമുക്ക് പിടിക്കാമല്ലോ, ഉഷാറാക്കാമല്ലോ, ഇത് കാക്കൊല്ല പരീക്ഷയല്ല, അരക്കൊല്ല പരീക്ഷയല്ല, നിസ്സാരമല്ല, കൊല്ല പരീക്ഷ നമുക്ക് എനിക്ക് ഉഷാറാകാം എന്ന രീതിയിൽ പോസിറ്റീവ് വാക്കുകളാണ് പറയുന്നതെങ്കിൽ, നെഗറ്റീവ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയിൽ പോസിറ്റീവ് കലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാണ്ട് സംസാര സ്ഫുടത മാതാവിനും പിതാവിനും ഉണ്ടെങ്കിൽ ആ കുട്ടി വൈത്തിട്ടില്ല. നല്ല കമൻറ്റ് പറയാൻ ആ മാതാവിനും പിതാവിനും കഴിയുന്നെങ്കിൽ ആ കുട്ടി വൈത്തിട്ടില്ല. അതുപോലെ ചില ഭാര്യമാർ
അവിഹിതങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. പലപ്പോഴും ഈ നമ്മൾ വിചാരിക്കും ഇപ്പോൾ അപ്പുറത്ത് പല ആളുകളും പല കൂട്ടുകാരും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ ചാറ്റിങ്ങുകളും സംസാരങ്ങളും ഒളിഞ്ഞുള്ള പിന്നെ മെസ്സേജുകളും ഫോൺ കോളുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ അറിയുന്നവരാണ്, നമ്മൾ പഠിക്കുന്നവരാണ്. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏതൊരു സ്ത്രീയാണെങ്കിലും ഏതൊരു പുരുഷനാണെങ്കിലും കുറച്ച് കാലം അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു 5-8 മാസം 9 മാസം 10 മാസം കഴിയുമ്പോൾ മെല്ലെ അകൽച്ചുണ്ടാകും. ഏതൊരു മനുഷ്യനും പരസ്പരം സ്നേഹിക്കുമ്പോൾ അവൻ്റെ നന്മ വശങ്ങൾ മാത്രമേ കാണും, അവൻ തെറ്റുമ്പോൾ അവൻ്റെ ദോഷവശങ്ങളെല്ലാം കാണും. അപ്പോൾ ഇവിടെയെല്ലാം കൃത്യമായി ഞാൻ ഭ്രൂണതമായിട്ട് പറഞ്ഞു വന്നതെങ്കിലും, പക്ഷേ ഇവിടെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ ഒരു ബന്ധമാണ് പിന്നീട് ഇങ്ങനെയുള്ള സെക്സിലേക്കും ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹൃദയത്തിൽ സ്പർശിക്കാത്ത ശരീരത്തിൽ സ്പർശിക്കാൻ സാധ്യമല്ല. ഏത് സൈക്കോളജിസ്റ്റോട് നിങ്ങൾ ചോദിക്കുക, ഏതൊരു ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക, അവളുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന നിർബന്ധിതമായി പീഡിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അവളുടെ ശരീരത്തിൽ പൂർണ്ണ തൃപ്തിയോടെ ഒരു പുരുഷൻ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ആദ്യം സ്പർശിച്ചിട്ടുണ്ടാകും. ഹൃദയവും തമ്മിൽ പൂർണ്ണമായി ബന്ധത്തിലാകാത്ത ശരീരം നിങ്ങൾ തമ്മിൽ കൂട്ടിച്ചേരില്ല. ആ ശരീരം എങ്ങാനും നിങ്ങൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ, 1 പ്രാവശ്യം 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് മടുപ്പുണ്ടാവുകയും ആ ഒരു ബന്ധത്തിന് വിള്ളൽ വീഴുകയും അവരെ തന്നെ ഒരു വിശ്വാസം വരും. നിങ്ങൾ നോക്കുക, ഒരു സെക്സ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. 1-2 ഫോട്ടോസ് അയച്ചു കൊടുത്ത് നോക്കുക. അപ്പോൾ എന്താ അവന് വിചാരിക്കുക, ഈ പുരുഷൻ എന്താ വിചാരിക്കുക? ഈ പുരുഷൻ വിചാരിക്കുന്ന, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഒരു പുരുഷൻ കാഴ്ചയിലൂടെ സ്ത്രീക്കൊന്നും ആകുന്നില്ല. ഒരു പുരുഷൻ പൂർണ്ണ വിവസ്ത്രനായി കൊണ്ടൊരു ഫോട്ടോ അയച്ചാൽ സ്ത്രീക്ക് കണ്ടാൽ ഒന്നും തോന്നില്ല. പുരുഷൻ്റെ മെൻറ്റാലിറ്റി അങ്ങനെയല്ല, പുരുഷൻ്റെ സൈക്കോളജി കിടക്കുന്ന അങ്ങനെയല്ല. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയ സെക്സിയായ ഫോട്ടോ അയച്ചാൽ പോലും അവന് ഉത്തേജനം ഉണ്ടാവും, അവന് സെക്സോടുള്ള താല്പര്യമുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1-2 ഫോട്ടോ അയച്ചാൽ ഈ പുരുഷൻ എന്താ വിചാരിക്കുക, ഇവൾ ഇത്ര മോശക്കാരത്തിയാണല്ലോ ഇങ്ങനെയുള്ള ഫോട്ടോകളെല്ലാം അയക്കുന്നത് എന്നാണ് വിചാരിക്കുക. അല്ലാതെ എത്ര നല്ല പെണ്ണ്, പിന്നെ ഒരു ഫോട്ടോ ചോദിക്കുമ്പോൾ തന്നല്ലോ എന്നല്ല മനസ്സിലുണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, പരസ്പരം കൂടുതൽ അറിയാൻ ശ്രമിക്കുക, മാതാപിതാക്കളുടെ കൂടെയും കുടുംബക്കാരുടെ കൂടെയും ചേർന്ന് നിൽക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മോശമായ ടച്ചുകളോ മോശമായ സംസാരങ്ങളോ വരുമ്പോൾ മാതാവിനെയോ പിതാവിനെയോ മാഷിനെയോ ടീച്ചറിനെയോ നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളോടും പറയുമെങ്കിൽ അടുത്ത് പോലീസ് സ്റ്റേഷനിലോ പോയി പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ.